Welcome. Now I am here for giving few points based on the experiment conducted by Edward Lee Thorndike. And his experiment came to be known as trial and error. In other words, larger the amount of trials, lesser the amount of errors. In short, errors can be minimized by providing trials. He made a lot of experiments utilizing pigeons, rat and cat. But please note, one of his typical experiment, he put a hungry cat inside the cage and fish was kept outside. The cage was closed, but it could be opened by pressing a lever. Inside the cage, cat made lot of random movements. He used the term random movements. നമ്മൾ തോണ്ടൈക്കിന്റെ എക്സ്പെരിമെന്റിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം 3 പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റുകളാണ് ചെയ്തത്. അത് പ്രാവുകളെ ഉപയോഗിച്ച് ചെയ്തു, എലികളെ ഉപയോഗിച്ചിട്ട്, വെള്ളരികളെ ഉപയോഗിച്ച് ചെയ്തു, പൂച്ചകളെ ഉപയോഗിച്ച് ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു പസിൽ ബോക്സ് എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ഹംഗ്രി ആയിട്ടൊരു പൂച്ചയാണ് ഉപയോഗിച്ചത്. ഒരു പ്രത്യേക തരം ഡിസൈൻ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ബോക്സ് ആണ് പസിൽ ബോക്സ് എന്ന് പറയുന്നത്. ആ ബോക്സിന്റെ അകത്തേക്കാണ് ഈ പൂച്ചയെ അദ്ദേഹം ഇടുന്നത്. പൂച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ടുള്ള മത്സ്യം എന്ന് പറയുന്നത് ഈ കേജിന്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. പൂച്ച, നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പൂച്ച വളരെ ഹംഗ്രിയാണ്. കുറെ ദിവസം പട്ടിണി കിട്ടിയിട്ടാണ് അതിനകത്തേക്ക് നിക്ഷേപിക്കുന്നത്. പൂച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടഭക്ഷണമായിട്ടുള്ള ഈ ഫിഷ് എന്ന് പറയുന്നത് കേജിന്റെ പുറത്തേക്ക് വെച്ചിരിക്കുക. ഈ കേജ് എന്ന് പറയുന്നത് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. ആ കേജിനകത്ത് ഒരു ലിവർ ഉണ്ട്, ഒരു പ്രസ് ചെയ്യാൻ പറ്റുന്ന ലിവർ ഉണ്ട്. ആ ലിവറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേജ് ഓപ്പൺ ചെയ്യും. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. പക്ഷെ പൂച്ചയെ ഈ കൂട്ടിനകത്തേക്ക് ഇട്ടതിന് ശേഷം, ഈ കേജിനകത്ത് ഇട്ടതിന് ശേഷം, പൂച്ച ഈ കേജിന്റെ ബാർസ് എന്ന് പറയുന്ന കമ്പിന്റെ അകത്തോട്ടെ കൈ കടത്തിയിട്ട് ഇങ്ങനെ ഫിഷ് എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെയും ഇവിടെയൊക്കെ കടിക്കുകയാണ്, ബൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ നഖം കൊണ്ട് ക്ലോച്ച്, അതിന്റെ എന്താ പറയുക, നഖങ്ങൾ കൊണ്ട് മാന്തി മുക്കുകയാണ്. അങ്ങനെ കുറെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴോ ഒരു കോണ്ടെക്സ്റ്റിൽ അറിയാതെ പൂച്ചയുടെ കൈ ഈ പറയുന്ന ലിവറിൽ തട്ടിപ്പോവാണ്. അപ്പൊ ലിവർ പെട്ടെന്ന് അമരുകയാണ്. അത് ലിവർ അമർന്നപ്പോ കേജ് അപ്പോൾ ഓപ്പൺ ചെയ്യപ്പെടും, പൂച്ച പുറത്തേക്ക് വരികയാണ്. ഇതേ എക്സ്പെരിമെന്റ് അദ്ദേഹം ഇതേപോലെയുള്ള എക്സ്പെരിമെന്റ് 100 പ്രാവശ്യം ചെയ്തു. 100 ടൈംസ്. നോക്കുക, ആ നമ്പർ ഓർമ്മിക്കുക. പസിൽ ബോക്സ് എക്സ്പെരിമെന്റ് 100 പ്രാവശ്യം, 100 തവണ അത് ചെയ്തു. ഓരോ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും കുറെ ദിവസങ്ങൾ എടുക്കും. ഓരോ പ്രാവശ്യം വീണ്ടും പൂച്ചയെ പട്ടിണിക്കിടും. ഇതേപോലെ തന്നെ പൂച്ചയുടെ കേജിന്റെ പുറത്ത് മത്സ്യം വെച്ചിരിക്കും. പക്ഷെ ആദ്യം ഉപയോഗിച്ച സമയം പിന്നീട് ഓരോ പ്രാവശ്യം കുറഞ്ഞു വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പൂച്ചയെ കേജിന്റെ അകത്തേക്ക് നിക്ഷേപത്തിന് ശേഷം പിന്നീട് പൂച്ച പെട്ടെന്ന് തന്നെ ആ ലിവർ പ്രസ് ചെയ്യുകയും പുറത്തേക്ക് വരാൻ തുടങ്ങി. കാരണം പൂച്ച ആ ഒരു ബിഹേവിയർ നേരത്തെ പഠിക്കാൻ തുടങ്ങി, പെട്ടെന്ന് മനസ്സിലാക്കി അതിന് കാര്യങ്ങൾ എങ്ങനെയാണ് തുറക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ലിവർ പ്രസ്സിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറി. പിന്നെ അവസാനമാകുമ്പോഴേക്കും സംഭവിക്കുന്നത് പൂച്ചയെ കേജിലെ കിടലും ലിവർ പ്രസ് ചെയ്യലും പുറത്തേക്ക് വരുത്തുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന എക്സ്പെരിമെന്റ്. അത്രമാത്രം ഓർത്താൽ മതി. സോ Thorndike made a puzzle box. He kept a hungry cat inside and fish was kept outside. Fish was kept outside. Inside the cage, cat made lot of movement. That movements is known as random movements. അദ്ദേഹം വിളിക്കുന്ന പേര് റാൻഡം മൂവ്മെന്റ്സ് എന്നാണ്. ഈ റാൻഡം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നു, അങ്ങനെ ഓടിക്കളിച്ച്, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാന്തി നോക്കിയുള്ള റാൻഡം മൂവ്മെന്റ്സിന് ഇടയിലാണ് ഈ പറയുന്ന കൈ എവിടെയോ ടച്ച് ചെയ്ത് പോകുന്നു, അറിയാതെ ടച്ച് ചെയ്ത് പോവുകയാണ്. അപ്പൊ അതിന്റെ ലിവർ തുറക്കുകയാണ്. അങ്ങനെ പൂച്ച പുറത്തേക്ക് വരികയാണ്. അതിന് ഫിഷ് എന്ന് പറയുന്ന ഈ ഇഷ്ടഭക്ഷണം ലഭിക്കുകയാണ്. ഇതാണ് ആ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞത്. സോ ബേസ്ഡ് ഓൺ ദിസ് എക്സ്പെരിമെന്റ് he has formulated the so-called basic laws of learning, classified into 3 types. They are law of readiness, law of effect,
and the third one law of exercise, which is divided into law of use and law of disuse. Based on the experiment conducted by Thorndike, he has given the so-called basic laws of learning classified into law of readiness, law of effect, and law of exercise, which is divided again into two, law of use and law of disuse. ഈ എക്സ്പെരിമെന്റ് പ്രകാരമാണ് തോൺടൈക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ലോസ് ഓഫ് ലേണിംഗ്. അപ്പൊ എവിടെയെങ്കിലും നിങ്ങളെ മനഃശാസ്ത്രത്തിലെ ഏതെങ്കിലും മേഖല ബേസിക് ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് ഇഫക്റ്റ് എന്നാണ് പറയുക. ഈ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലോ ഓഫ് യൂസ് എന്നും പറയും, ലോ ഓഫ് ഡിസ്യൂസ് എന്നും പറയും. ഇതാണ് ഇതിന്റെ ബേസിക് ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. The next, I would like to speak the steps of trial and error learning. That concept of trial and error learning was given by Edward Lee Thorndike, an American psychologist, based on the experiment conducted by Thorndike. That experiment has got following steps. You remember the steps, for example, the first one drive, the second one goal, third one block, fourth one random movements, then the fifth one chance success, then sixth one selection, the last one fixation. These are the most important steps of trial and error learning. ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡ്രൈവ് എന്ന് പറയും, എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത് ഗോൾ എന്ന് പറയുന്നത്, 3 ബ്ലോക്ക്, 4 റാൻഡം മൂവ്മെന്റ്സ്, 5 ചാൻസ് സക്സസ്, 6 സെലക്ഷൻ. The last category, that is fixation. That means it becomes a permanent behavior. എന്താണ് ഡ്രൈവ് എന്ന് പറയുന്നത്? ഈ പൂച്ച എന്ന് പറയുന്നത്, പൂച്ചക്ക് വളരെ ശക്തമായിട്ട് ഡ്രൈവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ട്. കാരണം ദിവസങ്ങളായി പട്ടിണി കിടക്കുകയാണ്. ഇപ്പൊ ഡ്രൈവ് എന്ന് പറയുന്നത് പൂച്ച പട്ടിണി കിടന്ന ഒരു പൂച്ചയാണ്, എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്ന ഒരു പൂച്ചയാണ്. ബട്ട് there is a goal. ഡ്രൈവ് ഈസ് there is a goal. ഗോൾ എന്ന് പറയുന്നത് ലക്ഷ്യമുണ്ട്. കാരണം പൂച്ചയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ മത്സ്യം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഡ്രൈവ് എന്ന് പറയുന്നത് ഇന്റേണൽ മോട്ടിവേഷൻ ആണ്, സ്ട്രോങ് മോട്ടിവേഷൻ ഉണ്ട്. ഗോൾ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഗോൾ പൂച്ച കാണുന്നുണ്ട്, ഫിഷ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ബിറ്റ്വീൻ ഡ്രൈവ് ആൻഡ് എ ഗോൾ there is a ബ്ലോക്ക്. ഈ ഡ്രൈവിനും ഗോളിനും ഇടയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ the cage was closed. ആ പൂച്ചയുടെ കേജ് എന്ന് പറഞ്ഞ പൂട്ടിനെ ക്ലോസ് ചെയ്ത് അടച്ചിരിക്കുകയാണ്. സോ ഇൻ ബിറ്റ്വീൻ ഡ്രൈവ് ആൻഡ് എ ഗോൾ there is a ബ്ലോക്ക്. ഒരു തടസ്സമുണ്ട്, ഒരു ബാരിയർ ഉണ്ട്. ഈ ബാരിയർ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുള്ള ബാരിയർ എന്ന് പറയുന്നത് ഈ കേജ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, അടച്ച കൂടാണ്. പക്ഷേ അത് തുറക്കാൻ പറ്റും. ഒരു ലിവർ ഉണ്ട്, ലിവറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ലിവർ ഉയരും, അപ്പൊ തന്നെ അത് കേജ് ഓപ്പൺ ചെയ്യും. ഈ പൂച്ച കേജിന്റെ അകത്ത് ഒരുപാട് അൺസക്സസ്ഫുൾ ആയ അറ്റംപ്റ്റ്സ് ആണ് പറയുന്നത്. അതിനെ പറയുക റാൻഡം മൂവ്മെന്റ്സ് എന്ന് പറയും. അപ്പൊ റാൻഡം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അൺസക്സസ്ഫുൾ ആയ അറ്റംപ്റ്റുകളാണ്. സക്സസ്ഫുൾ അല്ലാത്ത ചില അറ്റംപ്റ്റിനെയാണ് നമ്മൾ റാൻഡം മൂവ്മെന്റ്സ് എന്ന് പറയുക. ഈ റാൻഡം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പൂച്ച ഈ പറയുന്ന കമ്പിയുടെ വിടവിലോ കൂടി അതിന്റെ കൈ പുറത്തേക്കിട്ട് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അവിടെ ഇവിടെ കടിക്കുകയും മാന്തുകയും ചെയ്യാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ റാൻഡം മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ റാൻഡം മൂവ്മെന്റ്സിന്റെ ഇടയിൽ എവിടെയോ പൂച്ച അറിയാതെ കൈ ടച്ച് ചെയ്ത് പോവാണ്, ലിവറിലൊന്ന് തട്ടിപ്പോയി. ആ സമയത്താണ് ലിവർ എന്ന് പറയുന്നത് അമരുകയും ആ കേജ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ദ നെക്സ്റ്റ് ഈസ് റാൻഡം മൂവ്മെന്റ്, ദ നെക്സ്റ്റ് ഈസ് ചാൻസ് സക്സസ്. ഈ ചാൻസ് എന്ന് അറിയാതെ സക്സസ് ആവുകയാണ്, അത് ഇന്റൻഷണൽ ആയിട്ടല്ല, അറിയാതെ ചാൻസ് സക്സസ് ആവുകയാണ്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബി സെലക്ഷൻ. പിന്നീടുള്ള ഘട്ടത്തില് നമ്മൾ അറിയാതെ സംഭവിച്ചു പോയ കാര്യങ്ങൾ നമ്മൾ സെലക്ഷൻ ചെയ്തു. ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ഫിക്സേഷൻ. ദാറ്റ് മീൻസ് it becomes a permanent behavior. That means opening the cage എന്ന് പറയുന്നത്, pressing the liver എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയ ബിഹേവിയർ ആയി മാറി. ഇതാണ് ഈ പറയുന്ന ട്രയൽ ആൻഡ് എറർ ലേണിംഗിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമ്പർ 1 ഡ്രൈവ്, ദാറ്റ് മീൻസ് ഇന്റർണലി മോട്ടിവേറ്റഡ്. ഗോൾ, ദാറ്റ് മീൻസ് ഒബ്ജക്ട് which is considered to be the goal. In between the goal and the motivation, that means drive, there is a block, that means cage is considered to be closed. Then cat made lot of random movement. That inside the cage, cat made lot of random movements.
ദെൻ ചാൻസ് സക്സസ്, ഒരു ഘട്ടത്തിൽ ചാൻസ് എന്ന് പറഞ്ഞ സക്സസ് ആയി. പിന്നെ നമ്മൾ സെലക്ഷൻ, അതേ ചാൻസ് നമ്മൾ പിന്നീടുള്ള അറ്റംപ്റ്റിൽ എന്ന് പറയാം, പിന്നീടുള്ള എക്സ്പെരിമെന്റിൽ നമ്മൾ വീണ്ടും ആ ചാൻസ് സെലക്ട് ചെയ്യാണ്. ഇറ്റ് ബിക്കംസ് എ പെർമനന്റ് ബിഹേവിയർ. ഈ ലിവർ പ്രസിംഗ് എന്ന് പറഞ്ഞ പെർമനന്റ് ആയിട്ട് ഒരു ബിഹേവിയർ ആയിട്ട് മാറി. ഇതാണ് ഈ പറയുന്ന ട്രയൽ ആൻഡ് എറർ ലേണിംഗിന്റെ അടിസ്ഥാനം. Based on this experiment, he has formulated the so-called basic laws of learning, classified into law of readiness, law of effect, law of exercise, which is again classified into law of use and law of disuse.